ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോക്ക് ക്ലിയറൻസ് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊരു ഷോപ്പാണെങ്കിലും അവിടെ സ്റ്റോക്ക് ക്ലിയറിംഗ് ചെയ്യണം. വീക്കിലോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സ്റ്റോക്കും സിസ്റ്റത്തിലെ സ്റ്റോക്കും നമ്മൾ മാച്ച് ചെയ്തിട്ട് പോകണം, ഒന്നായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിംഗ് ചെയ്യണത്. അപ്പോൾ ഏത് ഷോപ്പിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വീക്കിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഈ സ്റ്റോക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകണം. കാരണം പല കാരണങ്ങളെ കൊണ്ടും സ്റ്റോക്കിലെ വേരിയൻസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ ഓരോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ പല സ്റ്റോക്കുകളും ചിലപ്പോൾ ചില പാക്കറ്റുകൾ പൊട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഷോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്താണ് സിസ്റ്റത്തിലും നമ്മൾ ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും തമ്മിലെ വേരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ആക്ച്വലി ഉള്ള സ്റ്റോക്കും സിസ്റ്റത്തിലെ സ്റ്റോക്കും എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫിസിക്കൽ സ്റ്റോക്ക് എന്നാണ് പറയുക. നമ്മുടെ സിസ്റ്റത്തിലെ സ്റ്റോക്ക് തന്നെ ആയിരിക്കണം, 2 സ്റ്റോക്കും ഒരേപോലെ തന്നെ ആയിരിക്കണം. ആക്ച്വലി ഉള്ള സ്റ്റോക്ക് തന്നെ ആയിരിക്കണം സിസ്റ്റത്തിലെ സ്റ്റോക്കും കൂടിയിട്ട്. അപ്പം നമ്മൾക്കത് ഫിസിക്കൽ സ്റ്റോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണ് ടാലിയിലെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടാലിയിലെ ഫിസിക്കൽ സ്റ്റോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ക്ലിയറിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകളെല്ലാം കാണുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ കുറച്ച് ആൾക്കാരെങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട്, ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ കഴിയുന്നതും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ കമൻറ്റും അതേപോലെ തന്നെ ലൈക്കും ഷെയറും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സമ്മറി എടുത്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഈ കാണുന്നത് എല്ലാതും. ഇപ്പോൾ ഇവിടെ ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി കുറച്ച് സ്റ്റോക്കുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ കമ്പ്യൂട്ടറിലെ സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം തന്നെ ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ അവിടെ ഡെയിലി മൂവിങ് ഐറ്റംസ് ആണല്ലോ ഉണ്ടായിരിക്കുക, ബാക്കിയുള്ള ഷോപ്പുകളെ പോലെയല്ല. ഇപ്പോൾ ബ്രെഡ്, ജാം, അങ്ങനത്തെ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അല്ലെങ്കിൽ ചില പാക്കറ്റുകൾ ഇപ്പോൾ ചില പ്രോഡക്റ്റുകളിലേക്ക് പാക്കറ്റ് പൊട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റുകളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചെക്ക് ചെയ്ത പ്രോഡക്റ്റുകളെ ഷോപ്പിൽ നിന്ന് മാറ്റണം. ഒപ്പം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലും നമ്മളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡവ് സോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 200 നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് അവിടെ 195 മാത്രമാണ് നല്ല സോപ്പായിട്ട് ഉള്ളൂ. അപ്പോൾ ഗുഡ് സ്റ്റോക്കായിട്ട് 195 എണ്ണം മാത്രമാണ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് ആ സ്റ്റോക്ക് മാറ്റി കഴിഞ്ഞു. നമ്മുടെ സിസ്റ്റത്തിനും 200 എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റണം, 195 ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോയി അതിൽ നമ്മുടെ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫിസിക്കൽ സ്റ്റോക്ക് എന്നാണ് പറയുക. ഈ ഫിസിക്കൽ സ്റ്റോക്ക് എവിടെയാണ് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ വൗച്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ വൗച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ നമ്മൾക്ക് ഇവിടെ കാണിക്കും അതർ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് കാണിക്കും. F10 അടിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് F10 സെലക്ട് ചെയ്തിട്ടെടുത്തു. F10 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇൻവെൻ്ററി വൗച്ചേഴ്സിൻ്റെ അടിയിൽ നമുക്കിവിടെ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. Ctrl F7 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം.
ഫിസിക്കൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ഇവിടെ ഡേറ്റ് ആണ് മാറ്റേണ്ടത്. നമുക്ക് ഏത് ഡേറ്റിലേക്കാണ് നമുക്ക് സ്റ്റോക്ക് മാറ്റണം എന്നുള്ളതെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഏത് ഐറ്റമാണ്, അപ്പോൾ നമുക്കിവിടെ ഡവ് സോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഡവ് സോപ്പ് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡവ് സോപ്പ് ഇവിടെ 200 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 195 മാത്രമാണ് നല്ല സ്റ്റോക്കായിട്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഗോഡൗൺ എന്ന് പറയും. ഗോഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗോഡൗൺ എന്നുള്ളത്. അതായത് ഈ പ്രോഡക്റ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗോഡൗൺ എന്നുള്ളത്. അപ്പോൾ ഈ ഗോഡൗണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഗോഡൗണിനെ കുറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗോഡൗൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അത് വൗച്ചറിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മെയിൻ ലൊക്കേഷൻ, ടാലിയിൽ ഓൾറെഡി ഉള്ളൊരു ഗോഡൗൺ ആണ് മെയിൻ ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ മെയിൻ ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് വന്ന് കിടക്കുന്നത്. നമ്മൾ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു 195 മാത്രമാണ് നല്ല സ്റ്റോക്കായിട്ടുള്ളൂ. 5 നമുക്ക് ഓൾറെഡി ഉള്ള സ്റ്റോക്കിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണോ കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെറ്റ് സ്റ്റോക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 195 എന്നുള്ളത് കാണിക്കാം. നമ്മൾ 195 അടിച്ചു, എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നരേഷൻ. അപ്പോൾ നമ്മൾ നരേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം എന്താണ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ള വേരിയൻസ് എന്നുള്ളത്. കാരണം നരേഷൻ പറയുന്നത് ഒരു എൻട്രി സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പിന്നെ വരുന്ന ഒരാൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണം ഇന്ന റീസൺ കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കണം എന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഡവ് സോപ്പ് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കാം. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെയാണ് നരേഷൻ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ടിൽ ഇത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഓൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഡവ് സോപ്പിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് ഇവിടെ 195 ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്ത് വൈസ് ആയിട്ട് ഇവിടെ കാണിക്കും. ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഈ 5 ഇവിടെ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. വൗച്ചർ ടൈപ്പിൻ്റെ അവിടെ മറ്റേത് മുകളിൽ 2 പർച്ചേസും സെയിൽസും ആണ് വന്നിരിക്കുന്നത്. ഇത് ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുക. എന്നാൽ ഔട്ട്വേർഡിലാണ് ഇനി ക്വാണ്ടിറ്റി കിടക്കുക. സാധാരണ ഔട്ട്വേർഡിൽ പറഞ്ഞാൽ അത് സെയിൽസ് ആണല്ലോ. ഇപ്പോൾ ഇതിന് മുകളിലത്തെ ഇതിൽ ഔട്ട്വേർഡ് കിടക്കുന്നത് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സെയിൽസ് ആണ്. പക്ഷേ ഇത് ഔട്ട്വേർഡിലാണ് കിടക്കുന്നത്. പക്ഷേ ഇത് സെയിൽസിലല്ല, എന്താണ് ഫിസിക്കൽ സ്റ്റോക്കിലാണ്. കാരണം ഈ ക്വാണ്ടിറ്റി ഡാമേജ് വന്നിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ബാലൻസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ 195 ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ എന്താണ് റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ആക്ച്വൽ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് സിസ്റ്റത്തിൽ കൂടുതലായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റോക്ക് കുറച്ചു. ഇനിയിപ്പോൾ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് വന്നു. അപ്പോൾ സ്റ്റോക്ക് വന്ന സമയത്ത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോക്ക് കൂടിയിട്ടാണ് കിടക്കുന്നത്. കാരണം അത് ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. വന്ന സമയത്ത് ഓൾറെഡി ഷോപ്പിലേക്ക് അത് എടുത്തു വെച്ചു. പക്ഷേ അതിൻ്റെ ബില്ലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും നമുക്ക് എന്താണ് സ്റ്റോക്കിൽ ഒരു വേരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഷോപ്പിൽ സ്റ്റോക്ക്, അപ്പോൾ സൂപ്പർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കൂടിയിട്ടാണ് കിടക്കുക. സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ സിസ്റ്റത്തിൽ ബില്ല് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ് വാഷ് ആണെങ്കിൽ ഇവിടെ 100 പാക്കറ്റാണ് ഇവിടെ കാണിക്കുന്നത്. കമ്പ്യൂട്ടറിലെ സ്റ്റോക്കാണ് പറയേണ്ടത് 100 പാക്കറ്റാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആണെന്നുണ്ടെങ്കിൽ 150 ഉണ്ട്. കാരണം ഒരു ലോഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കുള്ള സ്റ്റോക്കാണ് പറയേണ്ടത് 150 ആണ്. പക്ഷേ സിസ്റ്റത്തിലെ സ്റ്റോക്ക് ഇപ്പോൾ എന്താണ് 100 ആയിട്ടാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ പുതിയൊരു ബില്ല് ഇവിടെ പ്രോസസ്സ് ചെയ്യണം. കാരണം സിസ്റ്റത്തിൽ ആ ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എസ്കേപ്പ് ചെയ്തിട്ട് പോയി നമ്മുടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമ്മൾക്ക് ബിൽ നമ്പർ കൊടുക്കാം. ബിൽ നമ്പർ എടുത്തു. ഇപ്പോൾ നമുക്ക് പാർട്ടി ABC ഹോൾസെയിലറിൻ്റെ അടുത്താണ് വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ഉള്ളത് അടിച്ചു. ഇപ്പോൾ നമുക്ക് ഫേസ് വാഷ് അടിച്ചു. ഇപ്പോൾ നമുക്കിവിടെ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ 50 ആണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ 50 അടിച്ചു. 50 അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കി നമുക്കിവിടെ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് സമ്മറിയിൽ നോക്കിക്കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫേസ് വാഷ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ 150 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് റീസൺ വെച്ചെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിങ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോക്ക് ക്ലിയറിങ് ചെയ്യുക. അപ്പോൾ ടാലിയിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫിസിക്കൽ സ്റ്റോക്ക് എന്നാണ് ആ ഓപ്ഷൻ്റെ പേര് പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.